പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമ. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധം പഞ്ചദശോധ്യായ. രാജോവാച ബലേ പദത്രയം ഭൂമേ കസ്മൽ ഹരിരയാചത ഭൂത്വേശ്വര എന്നാണ് ഭൂത്വേശ്വര കൃപണവൽ ലബ്ധാർത്ഥോപി ബബന്ധതം. ഏതദ് വേദിതുമിച്ഛാമോ മഹൽ കൗതൂഹലം ഹിന. യാജ്ഞേശ്വരസ്യ, അതിൽ യജ്ഞേശ്വരസ്യ എന്ന് രണ്ട് പാഠഭേദങ്ങൾ ഉണ്ടായില്ലേ. യജ്ഞേശ്വരസ്യ പൂർണ്ണസ്യ ബന്ധനം ചാപ്യനാഗസ. പരീക്ഷിത്ത് ശ്രീ ശിവബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്. കഴിഞ്ഞ 1-2 അധ്യായങ്ങളിൽ ആ മന്വന്തരങ്ങളെ ചുരുക്കി പറഞ്ഞ സമയത്ത് അതിൽ മഹാബലിയുടെ അടുത്ത് നിന്ന് ഭഗവാൻ മഹാവിഷ്ണു ഒരു പീശുക്കൻ്റെ മട്ടിൽ അങ്ങനെ 3 മടി മണ്ണ് യാചിച്ചു. ആ സമയത്ത് മഹാബലി മുഴുവൻ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മുഴുവൻ കൊടുത്തിട്ട് മധ്യത്തിനെ ബന്ധനത്തിലാക്കിയിട്ടാണ് ഇന്ദ്രന് കൊടുത്ത് യാചിച്ച് വാങ്ങിയിട്ട് ഇന്ദ്രന് കൊടുക്കുകയും ചെയ്തു. പിന്നെയോ അതിനുശേഷം അദ്ദേഹം ബദ്ധനാക്കിയിട്ട് പിന്നെ സുധനത്തിൽ താമസിപ്പിച്ചു എന്നൊക്കെ പല സൂചനകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം അത്ഭുതത്തോട് ചോദിക്കുകയാണ്, എന്താണ് ഈ ഈശ്വരനായിട്ടുള്ള ഹരി, സർവേശ്വരനായിട്ടുള്ള ഭഗവൻ ബലേ കൃപണവൽ, അതായത് മഹാബലി ഈ ബലിയോടെ ഒരു ദരിദ്രനെ പോലെ കസ്മാൽ ഭൂമേ പദത്രയം അയാചത, എന്തു കാരണത്താൽ, സർവേശ്വരനാണ് ഭഗവാൻ, ആ ഭഗവാൻ എന്തിനാണ് ഇദ്ദേഹത്തിനോട് യാചിച്ചത് ഒരു ദരിദ്രനെ പോലെ, അത് 3 അടി മണ്ണ് യാചത യാചിച്ചത് ചോദിക്കുകയാണ്. പിന്നെയോ ലബ്ധാർത്ഥ ഭൂത്വ അഭി, അങ്ങനെ തൻ്റെ കാര്യം സാധിച്ചിട്ടും തം അദ്ദേഹത്തെ എന്തിന് ബന്ധിച്ചു. യജ്ഞേശ്വരസ്യ പൂർണ്ണസ്യ, യജ്ഞങ്ങളുടെ ഈശ്വരനും എല്ലാം തികഞ്ഞവനുമായ ഭഗവാന്റെ ഈ യാചനയും, അത് മറ്റേതിൽ യാജ്ഞേശ്വരസ്യ പൂർണ്ണസ്യ, അതായത് പൂർണ്ണസ്യ ഈശ്വരസ്യ യാജ്ഞ എന്നുള്ള രീതിയിലാണ് യാജ്ഞേശ്വരസ്യ അവിടെ എഴുതുന്നത്. അങ്ങനെ 2 പാഠങ്ങളുണ്ട്. ഏതായാലും ആ അദ്ദേഹത്തിൻ്റെ അനാഗസ അഭി നിരപരാധി ആയിട്ട് കൂടിയിട്ട് ഈ മഹാബലിക്ക് ബന്ധനം എന്തിനെന്നുമുള്ള ഈ കാര്യം വേദിതും ഇച്ഛാമ, മനസ്സിലാക്കാൻ ആഗ്രഹിക്കണു. മഹൽ കൗതൂഹലം, ഈ കാര്യത്തിൽ എനിക്ക് എന്തെന്നില്ലാത്ത കൗതുകം തോന്നണു എന്ന് പറഞ്ഞു പരീക്ഷിത്ത് ശ്രീ ശിവബ്രഹ്മർഷിയോട്. അപ്പം അതിനുത്തരമായിട്ട് ശ്രീ ശിവബ്രഹ്മർഷി കഥ പറയാൻ തുടങ്ങുകയാണ്. ഇവിടെയാണ് ഈ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇനി ഈ മന്വന്തരങ്ങളുടെ കഥ പറയുമ്പോൾ ഇനി വളരെ വിശിഷ്ടമായിട്ടുള്ള ആ മഹാബലി ചരിതവും അതായത് നവധാഭക്തി പ്രഹ്ലാദൻ തൻ്റെ അച്ഛനായുള്ള ഹിരണ്യകശിപുവിനോട് പറഞ്ഞിട്ടില്ലേ, ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ 9ാമതായിട്ടുള്ള ആത്മസമർപ്പണം എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു കർമ്മമാണ് ഭഗവാനുള്ള തന്നെ ഭഗവാൻ അർപ്പിക്കുക എന്നുള്ള ഭക്തിയുടെ അങ്ങേയറ്റത്താണ്. അതിന് ഉത്തമ ഉദാഹരണം മഹാബലിയാണ്. ആ മഹാബലിയുടെ കഥയിലേക്കാണ് എനിക്ക് കിടക്കാൻ പോകുന്നത്. അവിടെ ഭഗവാൻ വാമനനായിട്ട് അവതരിച്ചതും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉപക്രമമായിട്ടാണ് പരീക്ഷിതിൻ്റെ ചോദ്യവും അതിനുത്തരമായിട്ട് ശ്രീ ശിവബ്രഹ്മർഷി കഥ പറയാൻ തുടങ്ങുകയാണ്. പരാജിത ശ്രീരസുഭിശ്ച ഹാവിരോ ഇന്ദ്രേണ രാജൻ ഭൃഗുഭി സജീവിത സർവാത്മനാതാനഭജൽ ഭൃഗുൻബലി ശിഷ്യോ മഹാത്മാർത്ഥ നിവേദനേന. ഹേ രാജൻ പരീക്ഷിത്തെ സബലി, ആ ബലി ഇന്ദ്രേണ പരാജിത ശ്രീ, ഇന്ദ്രനാൽ ഐശ്വര്യമെല്ലാം നശിപ്പിക്കപ്പെട്ടിട. ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രൻ മുഴുവൻ നശിപ്പിച്ചില്ല, ഇദ്ദേഹത്തിൻ്റെ ഐശ്വര്യങ്ങളെല്ലാം തിരിച്ച് വീണ്ടെടുത്തു എന്നിട്ടോ ഇദ്ദേഹത്തിനെ വധിക്കുകയും ചെയ്തു. അസുഭി ആ പ്രാണങ്ങളാൽ വേർപെടുത്തപ്പെട്ടു ഭവിക്കായി, അതായത് വധിക്കുകയും ചെയ്തു എന്നർത്ഥം. ഭൃഗുഭി ജീവിത ചഹി, എന്നാലോ ഭൃഗ്വാദികളാൽ, ഭൃഗുവിൻ്റെ വംശത്തിൽപ്പെട്ട ആളാണ് ഈ ഭാർഗവന്മാരാണ് ശുക്രമഹർഷി തുടങ്ങിയവരൊക്കെ. അവരെല്ലാവരും കൂടിയിട്ട് അദ്ദേഹത്തിനെ ജീവിപ്പിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല അദ്ദേഹം മഹാത്മാവായുള്ള ബലി
താൻ ഭൃഗൂൻ ആ ഭൃഗുവാദികളെ തന്നെ അർത്ഥനിവേദന ധാരാളം സർവവും സമർപ്പിച്ചുകൊണ്ട് അത് തന്നെ ആ ഗുരുക്കന്മാരുടെ കാലത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവരുടെ ശിഷ്യഭാവത്തിൽ സർവാത്മന സർവപ്രകാരനെയും ആശ്രയിച്ചു. അവരെ തന്നെ ആശ്രയിച്ചുകൊണ്ട് അവരെ ശിഷ്യൻ എന്നുള്ള ഭാവത്തിൽ അദ്ദേഹം കഴിഞ്ഞുകൂടി. അപ്പോഴോ തം ബ്രാഹ്മണ ഭൃഗവ പ്രിയമാണ അരാജയൻ വിശ്വജിത തൃണാകം ജിഗീഷമാണം വിധിനാഭിഷിച്യ മഹാഭിഷേകേണ മഹാനുഭാവ. ആ മഹാനുഭാവ ബ്രാഹ്മണ ഭൃഗവ. അപ്പോൾ മഹാത്മാക്കളും ബ്രാഹ്മണരുമായിട്ടുള്ള ആ ഭൃഗുവംശജന്മാര് തൃണാകം ജിഗീഷമാണം സ്വർഗത്തെ ജയിക്കാൻ ഇച്ഛിക്കുന്ന തം ആ മഹാബലിയെ പ്രിയമാണ് പ്രീതിയോടുകൂടിയവരായിട്ട് മഹാഭിഷേകേണ വിധിന മഹാഭിഷേകത്തിനുള്ള വിധിയോടെ അഭിഷേകം ചെയ്തിട്ട് വിശ്വജിത അയാജയൻ വിശ്വജിത്ത് എന്നുള്ള യജ്ഞത്താൽ യജിപ്പിച്ചു. തതോരഥ കാഞ്ചന പട്ടബദ്ധോ ഹയാശ്ച ഹര്യശ്വതുരംഗവർണ്ണ ധ്വജശ്ച സിംഹേന വിരാജമാനോ ഉദാസനാദാസ ഹവിർഭിരിഷ്ടൽ ധനുശ്ച ദിവ്യം പുരുടോപനദ്ധം തൂണാവരിക്രൗ കവചം ച ദിവ്യം പിതാമഹസ്തസ്യ ദദൗ ച മാലം അമ്ലാനപുഷ്പം ജലജം ച ശുക്രാ. തത അനന്തരം കാഞ്ചന പട്ടനദ്ധാന്നാണ് ആ ഇതിൽ പട്ടബദ്ധാന്നാണ്. അതായത് സ്വർണ്ണത്തകളുടെ കൊണ്ട് കെട്ടിയിട്ടുള്ള ഇങ്ങനെയാണ് രഥം എന്നാണ്. ഈ വിശ്വജിത്ത് എന്നുള്ള യാഗം ചെയ്ത സമയത്ത് ആ സമയത്ത് അഗ്നിയിൽ നിന്ന് പൊന്തി വന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. അതാണ് സ്വർണ്ണത്തകരുകൾ കെട്ടിയിട്ടുള്ള ഒരു രഥം. ഹര്യശ്വതുരംഗവർണ്ണ ഇന്ദ്രന്റെ കുതിരകളെ പോലെ പച്ച നിറമുള്ള ഹയാച്ച കുതിരകളും സിംഹേന സിംഹക്കൊടി അടയാളമുള്ള ധ്വജവും പുരടോപനദ്ധം സ്വർണം പൂശി അലങ്കരിച്ച ദിവ്യം ധനും ദിവ്യമായിട്ടുള്ള ഒരു വില്ലും അരിക്രൗ തൂണവും രണ്ട് അക്ഷയമായിട്ടുള്ള അതായത് അമ്പൊഴുങ്ങാത്ത തൂണീരങ്ങളും അതായത് ആവനാഴികളും ദിവ്യം കവചം ദിവ്യശക്തിയുള്ള ഒരു കവചവും ഹവിസ്സുകളെ കൊണ്ട് ഇഷ്ടാൽ ഹോമിക്കപ്പെട്ട ഹുദാശനാൽ അഗ്നിയിൽ നിന്ന് ആസ ഉണ്ടായി. പറഞ്ഞതൊക്കെ പേര് അതുമാതിരി കുതിരകള് അതുമാതിരി ആയുധം അതിലെ കൊടിമരം അതുമാതിരി വില്ല് അമ്പൊഴിയാത്ത രണ്ട് ആവനാഴികള് ഒരു കവചം ഇതൊക്കെ അഗ്നിയിൽ നിന്ന് പൊന്തി വന്നു എന്ന് പറയാണ്. അതെല്ലാം അങ്ങനെ അതൊക്കെ അദ്ദേഹത്തിൻ്റെതായി കിട്ടി. ആ സമയത്ത് അദ്ദേഹത്തിന് പിതാമഹ അമ്ലാനപുഷ്പം മാലാം ച മുത്തച്ഛനായിട്ടുള്ള പ്രഹ്ലാദൻ വാടാത്ത പുഷ്പങ്ങളോട് കൂടിയിട്ടുള്ളൊരു മാലയും ശുക്രാചാര്യൻ ജലജം ച ഒരു ശംഖവും ദാനം ചെയ്തു. ഏവം സ വിപ്രാർജിതയോധനാർത്ഥ കൽപ്പിതസ്വസ്തേനോധവിപ്രാൻ പ്രദക്ഷിണീകൃത്യ കൃതപ്രണാമ പ്രഹ്ലാദമഹാമന്ത്രി നമശ്ചകാര. ഏവം വിപ്രാർജിതയോധനാർത്ഥ ഇപ്രകാരം ബ്രാഹ്മണരാൽ സമ്പാദിച്ചു കൊടുക്കപ്പെട്ട യുദ്ധോപകരണങ്ങളോടും കൽപ്പിത സ്വസ്തിയേന അവരാൽ ചെയ്യപ്പെട്ട സ്വസ്തിവാദനങ്ങളോടും കൂടിയ ബലി പിന്നെ അതിൽ പിന്നെ വിപ്രാൻ പ്രദക്ഷിണീകൃത്യ കൃതപ്രണാമ ആ ബ്രാഹ്മണരെ തങ്ങളെ ഗുരുക്കന്മാരായിട്ടുള്ള ബ്രാഹ്മണരെ എല്ലാവരെയും പ്രദക്ഷിണം ചെയ്ത് കൃതപ്രണാമ നമസ്കരിച്ചവനായിട്ട് പ്രഹ്ലാദം ആമന്ത്രിയ മുത്തച്ഛനായിട്ടുള്ള പ്രഹ്ലാദനോട് അനുവാദവും മേടിച്ചുകൊണ്ട് നമസ്കരിച്ചു. അതാരുഹ്യരഥം ദിവ്യം ഭൃഗുദത്തം മഹാരഥ സുസ്രഗ്ധരോധസന്നഹ്യ ധന്വീ ഖഡ്ഗീധൃതേഷു ഹേമംഗദലസൽബാഹു സ്ഫുരന്മകരകുണ്ഡല രാജരഥമാരൂഢോ ധിഷ്ണ്യസ്ത ഇവ ഹവ്യവാക്. അതിൽ പിന്നെ മഹാരഥ ഭൃഗുദത്തം രഥം ആരുഹ്യ അതിൽ പിന്നെ മഹാരഥനായിട്ടുള്ള ബലി ഭൃഗുവംശത്തിലുള്ള ഒരാൾ നൽകപ്പെട്ട രഥത്തെ ആരോഹണം ചെയ്തിട്ട് സുസ്രഗ്ധര ആ ശോഭനമായിട്ടുള്ള മാല പ്രഹ്ലാദൻ നൽകിയില്ലാണ് അത് കഴുത്തിൽ ധരിച്ചു. പിന്നെയോ സന്നഹ്യ പടച്ചട്ടയെ കണിഞ്ഞു. ധന്വി ആ വില്ല് കയ്യിലേന്തി എന്നിട്ടോ ഖഡ്ഗി വാളും കയ്യിലെടുത്തു. ധൃതേഷുധി ആവനാഴികളൊക്കെ ധരിച്ചു. പിന്നെയോ ഹേമാങ്കദലസൽ ഭാഗു
ബാഹു സ്വർണ്ണ തോൾവിളകളെ പരിലസിക്കുന്ന കൈകളോടുകൂടി സ്ഫുരൻ മകരകുണ്ടല മിന്നിത്തിളങ്ങുന്ന മകരകുണ്ടലങ്ങളുണ്ട് കാതിൽ. എല്ലാം കൂടിയിട്ട് രഥന്മാരുടെ ആ തേരിൽ അങ്ങോട്ട് കയറിയിരുന്നു, അതിന്ന് പൊന്നി എന്നുള്ള തേരിൽ. അപ്പോൾ എങ്ങനെയുണ്ട് ധിഷ്ണ്യസ്ഥ, ഏതുമാതിരി തോന്നിയ അദ്ദേഹം ധിഷ്ണ്യസ്ഥ അവ്യവാട്ട് ഇവരരാജ, ആ ഹോമകുണ്ടത്തിൽ നേരത്തെ പൊന്തി വന്നില്ലേ അഗ്നി, അതുമാതിരി ആ ശ്രൗതാഗ്നി എന്നോണം അദ്ദേഹം ഇപ്പോൾ പ്രശോഭിച്ചു എന്ന് പറയുകയാണ്. തുല്യ ഐശ്വര്യബലശ്രീഭി സ്വയൂതൈർദൈത്യയൂതവൈ പിബദ്ഭിരിവഖം ദൃഗ്ഭിർ ദഹദ്ഭി പരിധീനിവ വൃതോ വികർഷൻ മഹരിം ആസുരിം ധ്വജിനിം വിഭോ യയാവിന്ദ്രപുരിം സ്വർദ്ധം കമ്പയന്നിവരോദസി. ഇനി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ തുല്യ ഐശ്വര്യ ബലശ്രീഭി, ആ തനിക്ക് തുല്യമായിട്ടുള്ള ഐശ്വര്യം, ബലം, ശ്രീത്വം ഇവയുള്ളവരും ദൃഗ്ഭി ഖം പിബദ്ഭി ഇവ, അതായത് കണ്ണുകളാൽ ആകാശത്തെ മോന്തി കുടിക്കുന്നവരാണോ എന്ന് തോന്നിക്കുന്നവരും, പരിധീൻ ദഹദ്ഭീവ, അന്തരാളങ്ങളെ ദിക്കുകളെ മുഴുവൻ ചുട്ടരിക്കുന്നവരാണോ എന്ന് തോന്നലുണ്ടാക്കുന്നവരും ആയ സ്വയൂഥൈ, സ്വന്തം സേനകളുള്ളവരുമായ ദൈത്യയൂഥ അസുരസംഘ നായകന്മാരാൽ വൃത ചുറ്റപ്പെട്ടവനായിട്ട്, അതായത് ഓരോ നായകന്മാർക്കും അവരുടേതായിട്ടുള്ള സേനാന്റെ കൂടെ അങ്ങനെയുള്ള സേനാനായകന്മാരാൽ ചുറ്റപ്പെട്ടവനായിട്ട് ബലി ആസുരിയും മഹതിയും ധ്വജിനിയും, ആ അസുരന്മാരുടേതായിട്ടുള്ള വൻ സൈന്യത്തെ വികർഷൻ മുന്നോട്ട് ആനയിച്ചുകൊണ്ട് രോദസി കമ്പയൻ നിവദിക്കുകയും, അതായത് രോദസി എന്ന് പറഞ്ഞാൽ ഭൂമിയും ആകാശത്തെയും മുഴുവൻ കിഴം കൊള്ളിക്കുമാറ് സ്വർദ്ധം സമ്പൽ സമൃദ്ധമായ ഇന്ദ്രപുരിയും വിഭുയയോ, എവിടേക്കാ പോക്ക്? ഇന്ദ്രലോകത്തിലേക്കാണ്. എങ്ങനെ? സമ്പൽ സമൃദ്ധമായിട്ടുള്ള അമരാവതിയിലേക്കാണ് ആ പ്രതാപശാലിയായിട്ടുള്ള ബലി അങ്ങനെ യാത്രയായത്. ഇനി ഇന്ദ്രലോകത്തിലോ രമ്യാം ഉപവനോദ്യാനൈ ശ്രീമദ്ഭിർ നന്ദനാദിഭി കൂജൽ വിഹംഗമിഥുനൈർ ഗായൻ മത്തമധുമ്രതൈ പ്രവാളഫലപുഷ്പോരു ഭാരശാഖാമരദ്രുമൈ ഹംസസാരചക്രാഹ്വ കാരണ്ഡവകുലാകുല നളിന്യോ യത്ര ക്രീഡന്തി പ്രമദാസുരസേവിത. ഇനി കുറെ ശ്ലോകങ്ങളിലെ ആ ഇന്ദ്ര അമരാവതിയുടെ വർണ്ണനാണ്. അവിടെ എങ്ങനെയാണ്? കൂജൽ വിഹംഗമിഥുനൈ പ്രവാലഫല പുഷ്പോരു ഭാര ശാഖാമരദ്രുമൈ, നല്ല കൂജനം ചെയ്യുന്ന വിഹംഗമമിഥുന ഇണപ്പറവകളോടുകൂടും കൂടിയിട്ടും ഗായൻ പാടി മൂളിപ്പാട്ടുകൊണ്ടിരിക്കുന്ന മതിച്ച വണ്ടുകളോടും നിറഞ്ഞിട്ടുള്ള എങ്ങനെയാണ് പ്രവാലഫല പുഷ്പോ തളിരുകളെ കായ്കളെ പൂക്കളൊക്കെ തെങ്ങി നിറഞ്ഞുള്ള ശാഖകളോടുകൂടിയ കൽപ്പവൃക്ഷങ്ങൾ കൊണ്ട് ശ്രീമദ്ഭി ശോഭായമാനമായ നന്ദനാദിവി ഉപവനോദ്യാനൈ, നന്ദനം തുടങ്ങിയ ഉപവനങ്ങൾ ഉദ്യാനങ്ങൾ ഇവയാൽ രമ്യ മനോഹരവും, അതേപോലെ തന്നെ ഹംസസാരഥ ചക്രാഹ്വ കാരണ്ഡവകുല ആകുല, അരയന്നങ്ങളെ വെള്ളിൽ പറവകള് ചക്രവാകങ്ങള് താറാവുകൾ ഇങ്ങനെ ഇതെല്ലാം കൂട്ടം ചേർത്ത് ഇങ്ങനെ പാറി നടക്കുന്നതായിട്ടുള്ള നളിന്യ താമര പൊയ്കളുള്ളതും ഈ എത്ര യാതൊന്നുകളിൽ ആ പൊയ്കകളിൽ സുരസേവിത പ്രമദ ക്രീഡന്തി, ദേവന്മാരാൽ സേവിതകളായ ദേവസ്ത്രീകളെ അങ്ങനെ ക്രീഡിക്കുന്നുവോ അപ്രകാരമുള്ളതുമായിട്ടുള്ള അവിടെ ആ ഉദ്യാനങ്ങൾ അതിൽ എന്താണ് സരസ്സുകൾ. പിന്നെയോ ആകാശഗംഗയാ ദേവ്യാവൃതം പരിഗഭൂതയാ പ്രാകാരേണ അഗ്നിവർണ്ണേന സാട്ടാലേനോന്നതേന ച പരിഗഭൂതയാം ആകാശഗംഗയാ ദേവ്യ, അതായത് കിടങ്ങായി തീർന്ന നിലയിൽ വഹിക്കുന്ന ആകാശഗംഗാദേവിയാലും എങ്ങനെയാണ് നിലകളോടുകൂടി സാട്ടാലേന നിലകളോടുകൂടി ഉയർന്നു നിൽക്കുന്നതും അഗ്നിവർണ്ണേന തീജ്വാല പോലെ തിളങ്ങുന്നതുമായ പ്രാകാരേണജ കോട്ടമതിൽക്കെട്ടിനാൽ വൃതം ചുറ്റപ്പെട്ടിരിക്കുന്നതും, അതായത് ഇങ്ങനെ ഉയർന്ന കോട്ടമതിലുകളുണ്ട്, അതിൻ്റെ ചുറ്റും കിടങ്ങ് പോലെ ഇങ്ങനെ ആകാശഗംഗ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കേണ്ട അങ്ങനത്തെ ആ അമരാവതി. പിന്നെയോ രുഗ്മപട്ടകപാടൈശ്ച ദ്വാരൈ സ്ഫടികഗോപുരൈജുഷ്ടാം വിവക്രപ്രവതം വിശ്വകർമ്മ വിനിർമ്മിതം. പിന്നെ അവിടെയുള്ള മാണികൾക്ക് എങ്ങനെയാണ്? വിശ്വകർമ്മ വിനിർമ്മിതം, വിശ്വകർമാവിനാൽ ശ്രദ്ധാപൂർവം നിർമ്മിക്കപ്പെട്ടതും. രുഗ്മപട്ടകപാടൈ, പൊൻപട്ട പതിഞ്ഞ കവാടങ്ങളുള്ള വാതിലുകളോടും സ്ഫടിക ഗോപുരൈ സ്ഫടികമയമായ ഗോപുരങ്ങളോടും
ജുഷ്ടാം കൂടിയതും വിഭക്ത പ്രഭത വേർതിരിക്കപ്പെട്ട രാജവീതികളോടുകൂടി നല്ല നല്ല രാജവീതികൾ, അതിൻ്റെ ഇടയിൽ നല്ല നല്ല കൊട്ടാരങ്ങൾ, അതിലൊക്കെ അങ്ങനെ നല്ല നല്ല വാതിലുകൾ, സ്ഫടികത്തിലുള്ള ഗോപുരങ്ങൾ, അതുമാതിരി പൊൻപട്ട പൊതിഞ്ഞുള്ള വാതിലുകളുള്ള ദ്വാരങ്ങൾ, സഭാചത്വരരഥ്യാഢ്യം വിമാനേന്യർബുധൈര്യുതം ശൃംഗാടകൈർമണിമയൈർ വജ്രവിദ്രുമവേദിവി. സഭാചത്വരരഥ്യാഢ്യം, സഭാശാലകളുണ്ട്, ക്രീഡാങ്കണങ്ങളുണ്ട്, ഉപവീതികൾ, അങ്ങനെ ധാരാളം ഉണ്ട് അവിടെ. മണിമയൈ ശൃംഗാടകൈ, രത്നമയങ്ങളായിട്ടുള്ള നാൽക്കവലകളുണ്ട്. പിന്നെയോ വജ്രവിദ്രുമവേദി, വജ്രം കൊണ്ട് പവിഴം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മണ്ഡപങ്ങളുണ്ട്. ന്യർബുധൈ, കോടിക്കണക്കിലുള്ള വിമാനയുധം, വിമാനങ്ങളും ഇങ്ങനെ അവിടെ നിന്ന് അങ്ങനെ കോടിക്കണക്കിൽ വിമാനങ്ങളും ഇതൊക്കെ ആ അമരാവതിയിലെന്ന് പറയുകയാണ്. എത്ര നിത്യവയോരൂപ ശ്യാമാവിര്യവാസസ ഭ്രാജന്തേ രൂപവന്നാര്യ അർച്ചിഭിർ ഇവ വന്നയാ. ഭ്രാജന്തേ രൂപവൻ നാര്യ എന്നാണ്, നാര്യ സ്ത്രീകൾ എന്നാണ്. നാര്യോ എന്ന് അർച്ചിഭിരുന്ന് അപ്പുറത്ത് വരുകൊണ്ട് നാര്യോ എന്ന് ചോദിച്ചാൽ ഇതിൽ തെറ്റിയിട്ട് അങ്ങനെ അല്ല, ഇതിൽ രൂപവൻ നാര്യ എന്ന് എഴുതിയുള്ളൂ. ശരിക്കും നാര്യോ അർച്ചിഭിരുന്ന് വരുകൊണ്ട് നാര്യോ എന്ന് തന്നെ എഴുതേണ്ടതാണ്. ഹി അർച്ചിഭിരുന്ന് നാര്യോ ഹി അർച്ചിഭിരുന്ന് വരുകൊണ്ടാണ് ഈ നാര്യോ നാര്യ, ഇത് ഹീന്ന് ഇല്ലാത്തത് കാരണമാണ് ഈ ശ്ലോകത്തിൽ ഇവിടെ നാര്യ അർച്ചിഭിരുന്ന് എഴുതിയിട്ടുള്ളൂ. ഏതായാലും രണ്ടും വലിയ വ്യത്യാസമൊന്നും അർത്ഥത്തിന്. എത്ര യാതൊരിടത്ത് നിത്യവയോരൂപ സ്ഥിരമായ യൗവനം സൗന്ദര്യം ഇവയുള്ളവരും ശ്യാമ വിരജവാസസ നല്ല മോഹനാംഗികളും വൃത്തിയുള്ള വസ്ത്രം ധരിച്ചവരും രൂപവന്നാര്യ നന്നായി അലങ്കരിച്ചവരും രൂപവതികളുമായിട്ടുള്ള സ്ത്രീകൾ അർച്ചിഭിർ ഇവ, അത് അർച്ചിഭിർ വന്നയ ഇവ, അതായത് ജ്വാലാമാലകളോട് കൂടിയ അഗ്നികൾ പോലെ അങ്ങനെ ശോഭിക്കുന്നതാണ് ആ സ്ത്രീകളെന്ന് പറയുകയാണ് അവിടെ. അങ്ങനെ അവരുണ്ടായിരുന്നു അവിടെ എന്ന് പറയുകയാണ്. സുരസ്ത്രീ കേശവിഭ്രഷ്ട നവസൗഗന്ധികസ്രജം യത്ര ആമോദമുപാദായ മാർഗ ആവാദിമാരുത. അവിടെ ഈ സുരസ്ത്രീ കേശവിഭ്രഷ്ട നവസൗഗന്ധിക സ്രജം, ഇവരുടെ ഈ ദേവസ്ത്രീകളുടെ മുടിക്കെട്ടിൽ നിന്ന് അങ്ങനെ കൊഴിഞ്ഞു വേണ്ട നല്ല പുതു സൗഗന്ധിക പൂമാലകളുടെ ആമോദം, അതിൻ്റെ നറുമണത്തെ ഉപാധയേറ്റ കാറ്റ് മാരുത മാർഗേ, അങ്ങനെ കാറ്റങ്ങനെ വീച്ചിൽ മുഴുവൻ ഈ ദേവസ്ത്രീകളുടെ ആ തലമുടിയിൽ നിന്ന് വീണുള്ള പുതു സൗഗന്ധിക പൂക്കളുടെ മണം കൊണ്ടങ്ങനെ നിറഞ്ഞിരുന്നു. പിന്നെയോ ഹേമജാലാക്ഷ നിർഗച്ഛൽ ധൂമേന ആഗുരുഗന്ധിന പാണ്ഡുരേണ പ്രതിച്ഛന്ന മാർഗേയാന്തി സുരപ്രിയ. അഗരുഗന്ധിന, അകലിൻ്റെ സുഗന്ധത്തോടു കൂടിയതും പാണ്ഡുരന നല്ല വെളുത്തതും ഹേമജാലാക്ഷ നിർഗച്ഛൽ ധൂമേന നല്ല സ്വർണമയങ്ങളായ ഈ ജനാലകളിലൂടെ അങ്ങനെ പുറത്തേക്ക് വരുന്ന പുകയാൽ ഈ കൊട്ടാരങ്ങളുടെ ഉള്ളിലൊക്കെ അങ്ങനെ അകരു പുകച്ചു വെച്ചത് കാരണം അതിൽ നല്ല സുഗന്ധം അങ്ങനെ വരുന്നുണ്ട്. അതെങ്ങനെയാണ് വെളുത്ത പുകയായിട്ടാണ് ഇങ്ങനെ പുറത്തേക്ക് വരണത് ഈ സ്വർണ്ണമയായിട്ടുള്ള ജനലുകളിലെ കൂടെ. അതുവഴി പ്രതിച്ഛന്നമാണ് മൂടപ്പെട്ട മാർഗത്തിലൂടെ സുരപ്രിയ ദേവസ്ത്രീകൾ അങ്ങനെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ മാർഗത്തിലുണ്ടല്ലോ, എങ്ങനെ വെച്ചാൽ ഈ പുകയിൽ അവരെ ഇങ്ങനെ കുറേ ചില മോഡൽ വരുന്നുണ്ട്. ഈ വെളുത്ത പുകയിൽ അവരെ പലപ്പോഴും കാണാണ്ടാവും ചെയ്യുന്നു പറയുകയാണ്. മുക്താവിധാനൈർ മണിഹേമകേതുവിർ നാനാപതാകാവലഭീഭിരാവൃതം ശിഖണ്ഡിപാരാവൃത ബൃംഗനാദിതം വൈമാനിക സ്ത്രീ കളഗീതമംഗളം. മുക്താവിധാനൈ മണിഹേമകേതുവി, നല്ല മുത്തുമണികളാൽ വിധാനിച്ചതും സ്വരത്നം കെട്ടിയ സ്വർണമയങ്ങളായിട്ടുള്ള ധ്വജസ്തംഭങ്ങളാലും നാനാ പതാകാവലിഭീവി വലഭീവി പല കൊടിക്കൂറകളോട് കൂടിയിട്ടുള്ള മട്ടുപ്പാവുകളാലും ആവരണം ചെയ്യപ്പെട്ടതും ശിഖണ്ഡി പാരാവത ബൃംഗനാദിതം മയിലുകളെ മാടപ്രാവുകൾ ഇവരുടെയൊക്കെ ശബ്ദം കൊണ്ട് മുഖരിതവുമായ വൈമാനിക സ്ത്രീ കളഗീതമംഗളം മണിമാളികകളിൽ വിലസുന്ന സ്ത്രീകളുടെ മധുര ശബ്ദങ്ങളാൽ മംഗളപ്രദമായതും. ഇതൊക്കെ അമരാവതിയുടെ ഓരോരോ വിശേഷങ്ങളാണ്. മൃദംഗ ശംഖ ആനകദുന്ദു വിസ്വനൈ സതാല വീണാമുരജഷ്ടി വേണുഭി നൃത്യൈ സവാദ്യൈർ ഉപദേവഗീതകൈർ മനോരമം സ്വപ്രഭയാജിതപ്രഭം. മൃദംഗ ശംഖ ആനകദുന്ദുവിസ്വനൈ, അവിടെ മൃദംഗം ശംഖ പെരുമ്പറ ഇങ്ങനെ തുടങ്ങിയുള്ള വാദ്യഘോഷത്താലും സതാല വീണ മുരജഷ്ടി വേണുവി നല്ല താളത്തോടു കൂടിയുള്ള വീണ മുരജം ഋഷ്ടി വേണു തുടങ്ങിയുള്ള വാദ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള വാദ്യ ഒപ്പമുള്ള
ഉപദേവഗീത ഗന്ധർവാദികളുടെ ഈ വാദ്യങ്ങളോടും കൂടിയിട്ടുള്ള ഒപ്പം തന്നെ അവരുടെ മധുര ഗാനങ്ങളുണ്ട്. അതുകൊണ്ട് അതുവഴി മനോരമാം സ്വപ്രഭയാ ജിതപ്രഭാം, അതായത് മനസ്സിന് ആനന്ദപ്രദവും സ്വന്തം പ്രഭയാൽ മൂർത്തിമത്തായ പ്രഭയെപ്പോലും പരാജയപ്പെടുത്തിയതും യാം നം വ്രജന്ത്യധർമ്മിഷ്ട ഖലാഭൂതദ്രുഹസടാ മാനിന കാമിനോലുബ്ധ ഈ ഇവിടെ ഇത്ര വളരെയധികം മനോഹരമായിട്ട് വർണ്ണിച്ചുള്ള ഈ അമരാവതിയിൽ എങ്ങനെയാണ് അധർമ്മിഷ്ട ഖല ഭൂതദ്രുഹ ഷഠ മാനിന കാമിന ലുബ്ധ യാം ന വ്രജന്തി. ഇവിടെ എത്തിച്ചേരാൻ അധർമ്മിഷ്ടന്മാരായിട്ടുള്ള ആൾക്കാർക്കോ ദുഷ്ടന്മാർക്കോ പ്രാണികളെ ദ്രോഹിക്കുന്നവർക്കോ ദുർവൃത്തന്മാർക്കോ അഹങ്കാരികൾക്കോ ശ്രീലമ്പടന്മാർക്കോ ലോപികൾക്കോ ഒരിക്കലും വന്നു ചേരാൻ കഴിയില്ലെന്ന വ്രജന്തി എന്ന് പറയുകയാണ്. ഏവി ഇക്കാര്യങ്ങളിൽ നിന്ന് ഹീന, ഇക്കാര്യങ്ങളൊന്നുമില്ല ഒഴിഞ്ഞു നിൽക്കുന്നവർ വ്രജന്തി ഏതൊരിടത്ത് എത്തുകയും ചെയ്യുന്നു. അതായത് നല്ല സത്വക്കളായുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടെ എത്താൻ കഴിയൂ. ദുഷ്ടന്മാർക്കും അതുമാതിരി കലന്മാർക്കും ലുബ്ധന്മാർക്കും ശ്രീലമ്പടന്മാർക്കും ഒന്നും അവിടെ പോകാൻ കഴിയില്ല. അത്ര വിശിഷ്ടമായിട്ടതാണ് ഇന്ദ്രലോകം. അവിടെ താം ദേവദാനിം സവരൂധിനീവതിർ ബഹിസ്സമന്താൽ രുരുധേ പൃതന്യയാം ആചാര്യദത്തം ജലജം മഹാസ്വനം ദത്മോ പ്രയുഞ്ജൻ ഭയമിന്ദ്രയോഷിതം. ആ ദേവദാനിയിലേക്കാണ് ഇദ്ദേഹം മഹാബലി തൻ്റെ സൈന്യത്തോടെയാണ് കയറി ചെന്നത്. സവരൂധിനീപതി, ആ മഹാസൈന്യവാൻ പൃതന്യയ തൻ്റെ സേനയാൽ ബഹിസ്സമന്ത പുറത്ത് എല്ലാ ഭാഗത്തു നിന്നും രുരുതേ ആ ദേവദാനി അങ്ങോട്ട് ഉപരോധം ചെയ്തു എന്നാണ് കേട്ടോ. ഇന്ദ്രയോഷിതാം ഭയം പ്രയുഞ്ജൻ, ഇന്ദ്രന്റെ ആ സ്ത്രീജനങ്ങൾക്ക് ഭയത്തെ ജനിപ്പിച്ചുകൊണ്ട് മഹാസ്വനം ആചാര്യദത്തം ജലജം ദദ്മൗച, തൻ്റെ കയ്യിലെ തൻ്റെ ശുക്രാചാര്യ എന്നുള്ള ശംഖുണ്ടല്ലോ അതുകൊണ്ട് വലിയ ശബ്ദത്തിൽ അങ്ങോട്ട് ഊതി ആ ശംഖനാദം കേട്ടപ്പോൾ എങ്ങനെയാണ് ഇന്ദ്രലോകത്തിലുള്ള സ്ത്രീകളെല്ലാവരും പേടിച്ച് വിറച്ചു പോയി എന്ന് പറയുകയാണ്. മഗവന്തമഭിപ്രേത്യ ബലേ പരമമുദ്യമം സർവദേവഗണോ വേദോ ഗുരുമേതദുവാച. ആലോചിച്ച് നോക്കൂ, ഇവിടെയും ഈ നേരത്തെ പറഞ്ഞു ദുഷ്ടന്മാർക്ക് ആർക്കൊക്കെയാണ് ദേവലോകത്ത് കയറാൻ പറ്റാത്തത് എന്ന്. ഇപ്പോൾ അവിടെ ദേവലോകത്തിലേക്ക് മഹാബലി കയറി ചെന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ ദുർഗുണങ്ങളൊന്നുമില്ല, ഇതൊന്നും ഇല്ലാത്ത സൽഗുണ സമ്പന്നനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ കയറാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല ഗുരുക്കന്മാരെ അനുഗ്രഹമുണ്ട് ഒപ്പം തന്നെ. എന്നാലോ മഗവാൻ തു, ദേവേന്ദ്രനാകട്ടെ ബലേ തം പരമം ഉദ്യമം അഭിപ്രേത്യ, ആ മഹാബലിയുടെ ആ വമ്പിച്ച യുദ്ധസന്നാഹം കണ്ട് മനസ്സിലാക്കിയിട്ട് സർവദേവഗണോ വേദ, എല്ലാ ദേവസമൂഹങ്ങളോടും കൂടി ഗുരും ഏതൽ ഉവാചക, തങ്ങളുടെ ഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ അടുത്ത് എന്ന് ഇപ്രകാരം പറഞ്ഞു അത്രേ എന്നാണ്. ഭഗവന്നുദ്യമോ ഭൂയൻ ബലിർന്ന പൂർവവൈരിണ അവിഷഹ്യമിമം മന്യേ കേനാസിൽ തേജസോർജിത. ഹേ ഭഗവൻ, അദ്ദേഹത്തിന് ഭഗവൻ എന്ന് വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് ഗുരുവിനെ. ന പൂർവവൈരിണ ബലേ ഉദ്യമ, നമ്മുടെ പൂർവവൈരി ശത്രുവായിട്ടുള്ള ബലിയുടെ ഈ യുദ്ധോദ്യമം ഭൂയാൻ വളരെ വമ്പിച്ച് തന്നെയാണ്. ഇമം അവിഷഹ്യം, ഇതിനെ തടുപ്പാൻ അരുതാത്തതായിട്ട് ഞാൻ മന്യേ കരുതുന്നു. കേന തേജസ ഊർജിത ആസീൻ, ഇവൻ എന്ത് ശക്തിയാലാണ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ മഹാബലവാനായി തീർന്നത് എന്നാണ് ചോദിക്കുന്നത് ഗുരുവിന്റെ അടുത്ത്. നൈനം കശ്ചിൽ കുതോവാപി പൃഥിവ്യോടുമധീശ്വര പിബന്നിവ മുഖേനേദം ലിഹന്നിവ ദിശോ ദശ ദഹന്നിവ ദിശോ ദൃഢി സംവർത്താഗ്നിരിവോത്ഥിത ഏനം പൃഥിവ്യോടും കൂതവാവി കശ്ചിൽ അതീശ്വരനാ, ഇവനെ നേരിടുവാൻ ഏതു വിധത്തിലും ആരും ആകില്ല എന്ന് പറയാണ്. കാരണം മുഖേന ഇതം പിബൻ, മുഖം കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ കുടിക്കുന്ന പോലെയും ദശദിശ 10 ദിക്കും ലിഹൻ നക്കി തുടയ്ക്കുന്ന പോലെയും ദൃഗ്ഭി തൻ്റെ കണ്ണുകളാൽ ദൃഷ്ടികളാൽ ദിക്കുകളെ ദഹിപ്പിക്കുന്ന പോലെയും കാണിച്ചുകൊണ്ട് ഇവൻ വരുന്നത് എങ്ങനെയാണ്? സംവർത്താഗ്നി, പ്രളയകാലത്തെ അഗ്നി എന്നോണം ഒരുപ്പെട്ട് വന്നിരിക്കുകയാണ്. അത്ര മഹത്തായുള്ള ദുർദശ
ഒരിക്കലും ജയിക്കാൻ പറ്റാത്തതായിട്ടുള്ള തേജസ്സോട് കൂടിയിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. ബ്രൂഹി കാരണമേതസ്യ ദുർദർശത്വസ്യ മദ്രിവോ ഓജസ്സഹോബലം തേജോ യതേതൽ സമുദ്യമാ. മദ്രിവോ ഏതസ്യ ദുർദർശത്വസ്യ, അവൻ്റെ എൻ്റെ ശത്രുവായ ഇവൻ്റെ അടുത്തുകൂടായ്ക്കുള്ള ഈ ദുർദർശത്വം, അടുപ്പിക്കാൻ പറ്റാത്ത, അടുത്ത് പോകാൻ പറ്റാത്തതായിട്ടുള്ള ഇതിന് കാരണം എന്താണ് പറഞ്ഞു തന്നാലും, എവിടെ നിന്ന് ഏതൽ സമുദ്രം, ഈ യുദ്ധസന്നാഹം തുടങ്ങിയോ അതിനുള്ള ഓജ സഹ ബലം തേജ, അവൻ എവിടുന്നാണ് ഈ യുദ്ധസന്നാഹത്തിനുള്ള ഓജസ്സും സഹനശക്തിയും ദേഹബലവും കരുത്തും ഒക്കെ എവിടുന്ന് എങ്ങനെ കിട്ടി എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിന് മറുപടിയായിട്ട് ഗുരുരുവാച ജാനാമി മഘവൻ ശത്രോ ഉന്നതേരസ്യ കാരണം ശിഷ്യായോപവൃതം തേജോ ഭൃഗുഭിർ ബ്രഹ്മവാദിവി. ഈ മഘവൻ ഇന്ദ്ര, അസ്യ ശത്രോ ഉന്നതേ കാരണം, ഈ അങ്ങയുടെ ഈ ശത്രുവിൻ്റെ ഔന്നത്യത്തിനുള്ള കാരണം എന്തെന്ന് ജാനാമി എനിക്കറിയാം. ബ്രഹ്മവാദിവി ഭൃഗുവി, വേദജ്ഞന്മാരായിട്ടുള്ള ഭൃഗുവംശരാൽ ഭാർഗവന്മാരാൽ ശിഷ്യായ തേജ ഉപവൃതം, ആ തങ്ങളുടെ ശിഷ്യനായിട്ടുള്ള അവന് തേജസ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അതായത് ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് ഇതൊക്കെ എന്ന് പറയുകയാണ്. ഇവർക്ക് ഒരു ചെറിയൊരു സൂചനയും കൂടി ഉണ്ട്. നേരത്തെ ബൃഹസ്പതിയെ കണ്ടിട്ട് തൻ്റെ അഹങ്കാരം കൊണ്ട് ആ ഭാവത്തില് തൻ്റെ സമൃദ്ധിയിലുള്ള ആ മതം കാരണം ബൃഹസ്പതിയെ കണ്ടിട്ട് മാനിച്ചില്ല ഇന്ദ്രൻ. എന്നിട്ട് ആ വൃത്രാസുരൻ്റെ മുമ്പ് ഒളിച്ചു കൊടുக்க വേണ്ടി മതമൊക്കെ വേണ്ടി വന്നില്ലേ. അതാണ് നിങ്ങൾക്ക് ഗുരുത്വമില്ല, ഇദ്ദേഹത്തിന് ആ ഗുരുത്വം കൊണ്ടാണ് ഇങ്ങനെ വന്നത്. സൂചന ഉണ്ടോ തോന്നും. ഏതായാലും ഭവദ്വിദോ ഭവൻ ഭാവി വർജയിത്വേശ്വരം ഹരിം നാസ്യ ശക്ര പുരസ്ഥാതും കൃതന്തസ്യ യഥാ ജനാ. ഭവദ്വിധ, അങ്ങയെ പോലുള്ളവനോ, ഭവാൻ വാ അപി, അങ്ങ് തന്നെയോ ആയാലും, ഈശ്വരം ഹരിം വർജയിത്വ, ഈ ഭഗവാനായിട്ടുള്ള ശ്രീഹരിയെ ഒഴിച്ചു കഴിഞ്ഞാൽ കൃതാന്തസ്യ അന്തകന്റെ മുന്നിൽ ജൈവികൾ എന്നോണം അസ്യ പുര, ഇവന്റെ മുന്നിൽ സ്ഥാതും ന ശക്ത, അതായത് അങ്ങോ മറ്റുള്ളവരോ ആരും ഇവൻ്റെ മുമ്പിൽ നിൽക്കാൻ ശക്തിയുള്ളവരല്ല. അപ്പോൾ പറയുകയാണ് ഭഗവാൻ വിഷ്ണുവിന് മാത്രമേ കഴിയൂ. ഏതുമാതിരി സാധാരണ ജനങ്ങൾ അന്തകൻ്റെ മുമ്പിൽ പേടിച്ച് വരച്ച് നിൽക്കില്ലേ, അതുമാതിരിയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ ഇവൻ്റെ മുമ്പിൽ എന്ന് പറയുകയാണ്. തസ്മാൽ നിലയമുത്സൃജ്യ യൂയം സർവേ ത്രിവിഷ്ടവം യാതകാലം പ്രതീക്ഷന്തോ യഥ ശത്രോർവിവല്യയാ. അതുകൊണ്ട് ഇപ്പം എന്താ നിങ്ങൾക്ക് നല്ലത്? വേഗം തടി കഴിച്ചിലാക്കുക നല്ലത് തന്നെ പറഞ്ഞു. അതായത് തസ്മാൽ യൂയം സർവേ ത്രിവിഷ്ടവം ഉത്സൃജ്യ, വേഗം നിങ്ങളെല്ലാവരും ഈ സ്വർഗലോകം ഉപേക്ഷിച്ച് ശത്രുവിൻ്റെ കണ്ണിൽ പെടാണ്ട് ഇവിടുന്ന് പൊക്കോളാൻ എന്നിട്ടോ. ഈ എത്ര കാലം തൻ്റെ അങ്ങനെയുള്ള ശത്രുവിന് കാലം എപ്പോൾ എതിരായി തീരും അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിലയം തങ്ങളുടെ അവിടെ എവിടെയൊക്കെ പോയിട്ട് ഒളിച്ചിരുന്നോളിന്, അതാ നല്ലതെന്നാണ് ബൃഹസ്പതി പറഞ്ഞത്. ഏഷ വിപ്രബലോദർക്ക സംപ്രത്യോർജിത വിക്രമ തേഷാമേവ അപമാനേന സാനുബന്ധോ വിനങ്ഷ്യതി. സംപ്രതി വിപ്രബലോദർക്ക, ഇപ്പോൾ എങ്ങനെയാണ് ബ്രാഹ്മണരുടെ തപോബലത്താൽ പ്രബലനായവനും ഊർജിത വിക്രമ ഏറിയ പരാക്രമശാലിയുമായിട്ടുള്ള ഏഷ ഇയാൾ തേഷാം ഏവ അപമാനേന എന്തെങ്കിലും കാലത്ത് അവരുടെ തന്നെ അപമാനത്താൽ സാനുബന്ധ സ്വജനങ്ങളോടുകൂടി നശിക്കും. അതുവരെ കാത്തിരിക്കുക എന്ന് മാത്രമേ ഗുരുനിന്ദ കൊണ്ട് അവനെപ്പോഴും നശിക്കുകയാണെങ്കിൽ ആ കാലം കാത്തിരുന്നോളൂ നിങ്ങൾ. അല്ലാണ്ട് ഇപ്പം അവനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല, മഹാവിഷ്ണുവിന് മാത്രമേ കഴിയൂ എന്നാണ് ബൃഹസ്പതി ദേവേന്ദ്രനോടും മറ്റു ദേവന്മാരോടും പറഞ്ഞത്. അതിൻ്റെ ഗുരുവിൻ്റെ കൃപ കൊണ്ടാണ് ബലിക്ക് ഇത്ര ഉണ്ടായത്. വലിയ ഗുരുവിനെ അവമാനിച്ചതല്ല നശിക്കുന്ന ബൃഹസ്പതി പറഞ്ഞതിൽ ഒരു സൂചന ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതായത് ഗുരുനിന്ദയിൽ കൊണ്ട് അങ്ങക്ക് അനുഭവിക്കുമെന്നാണ് വിഷമങ്ങളുണ്ടല്ലോ, അതൊക്കെ അങ്ങൊന്ന് ആലോചിച്ചോളൂ. ഒന്നും കൂടി ഒരു സൂചന ഉണ്ട്. ഏവം സുമന്ത്രിതാർത്ഥാസ്തേ ഗുരുണാർത്ഥാനുദർശിന ഹിത്വാ ത്രിവിഷ്ടവം ജഗ്മുർ ഗീർവാണ കാമരൂപിണ. അർത്ഥാനുദർശിനിക്ക് ഇപ്രകാരം കാര്യം കാണാൻ അറിവുള്ള ഗുരുവിനാൽ
ഈ പറയപ്പെട്ട സുമന്ത്രിതാർക്ക് നിർദ്ദേശിക്കപ്പെട്ട കർത്തവ്യത്തോടു കൂടിയ തേ ഗീർവാണ ആ ദേവന്മാർ കാമരൂപിണ തങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപങ്ങൾ ധരിച്ചുകൊണ്ട് ത്രിവിഷ്ടവം ഹിത്വ സ്വർഗത്തെ ഉപേക്ഷിച്ചിട്ട് അവിടെയും ഇവിടെയൊക്കെ പോയി ഒളിച്ചിരുന്നു എന്ന് പറയാണ്. ജഗ്മു യാത്രയായി ദേവേശ്വതനിലീനേഷു ബലിർവൈരോചന പുരിം ദേവതാനീമധിഷ്ഠായ വശം നിന്നേ ജഗൽ ത്രയം. അഥ ദേവേഷു നില്ലിനേഷു അവിടെ കയറി വന്നപ്പോഴേക്കും ദേവതാനിൽ ആരുമില്ല, ദേവന്മാരെല്ലാവരും ഓടിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് ദേവന്മാർ മറവിലായ സമയത്ത് വിരോചനപുത്രനായിട്ടുള്ള മഹാബലി ദേവതാനിയും പുരിയും ദേവന്മാരുടെ ആസ്ഥാനമായ അമരാവതിയെ തലസ്ഥാനമാക്കി ജഗത്രയം വശം നിന്നി 3 ലോകങ്ങളും തന്റെ വശത്താക്കി. തം വിശ്വജൈനം ശിഷ്യം ഭൃഗവ ശിഷ്യവത്സല ശതേന ഹയമേദാനം അനുവ്രതമയാജയൻ. ശിഷ്യവത്സല ഭൃഗവ തൻ്റെ ശിഷ്യന് വളരെയധികം വാത്സല്യമുള്ളവരായിട്ടുള്ള ആ ഭൃഗുവംശക്കാർ ഭാർഗവന്മാർ വിശ്വജൈനം അനുവ്രതം ആ ലോകത്തെ ജയിച്ചവനും അനുസരണശീലമുള്ളവനുമായ തൻ ശിഷ്യം ആ ശിഷ്യനെ അയമേധാനം ശതേന 100 അശ്വമേധ യാഗങ്ങളാൽ യജിപ്പിച്ചു അയാജയൻ. തതസ്തനുഭാവേന ഭുവനത്രയ വിശ്രുതാം കീർത്തിം ദിക്ഷു വിധന്വാന സരേജ ഉടുരാടിവാ. അദ്ദേഹം ബലി അതിനുശേഷം തദനുഭാവേന അവയുടെ പ്രഭാവം കൊണ്ട് ഈ അശ്വമേധ യാഗങ്ങളൊക്കെ ചെയ്തതിൻ്റെ പ്രഭാവം കൊണ്ട് ഭുവനത്രയ വിശ്രുതാം കീർത്തിം അതായത് 3 ലോകങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ള കീർത്തിയെ എല്ലാ ദിക്കുകളിലും ദിക്ഷു വിധന്വാൻ വ്യാപിപ്പിച്ചുകൊണ്ട് ഉടുരാടിവ രേജേ നക്ഷത്രാധിപതിയായ ചന്ദ്രനെ പോലെ അങ്ങനെ ശോഭിച്ചു. ഭൂജേജ ശ്രിയം സ്വൃദ്ധാം ദേവോപലംബിതം കൃതകൃത്യമിവാത്മാനം മന്യമാനോ മഹാമനസ്കനായിട്ടുള്ള അദ്ദേഹം ആത്മാനം കൃതകൃത്യം ഇവ മന്യമാന ആ അദ്ദേഹത്തിന് കൃതാർത്ഥത വന്നുകൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചുമായി ചിന്തിച്ചുകൊണ്ട് കൃതാർത്ഥത വന്നു. ഈ അവസ്ഥയിലെത്തി വന്നിട്ടോ ദ്വിജദേവോപലംബിത ബ്രാഹ്മണ ശ്രേഷ്ഠരാൽ സമ്പാദിച്ചു കൊടുക്കപ്പെട്ട സുവൃദ്ധം അതിസമൃദ്ധമായ ഈ ശ്രിയം സാമ്രാജ്യലക്ഷ്മിയെ ഭുജേച്ച അനുഭവിക്കുകയും ചെയ്തു എന്നാണ്. ആ കൃതകൃത്യതാഭാവത്തോടു കൂടിയിട്ട് അതിനെ അനുഭവിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. നേരത്തെ ആ മുത്തച്ഛൻ്റെ അതായത് പ്രഹ്ലാദൻ്റെ അച്ഛൻ ഹിരണ്യകശിപുവിൻ്റെ കഥ പറഞ്ഞു പറയാണ്. അദ്ദേഹം എന്നാലും 3 ലോകങ്ങളിൽ എല്ലാ ലോകങ്ങളും കീഴടക്കിയിട്ട് തൻ്റെ വശത്താക്കിയിട്ടും അദ്ദേഹത്തിന് മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ. കാരണം അദ്ദേഹം ഇന്ദ്രിയങ്ങളെ കീഴടക്കിയിരുന്നില്ല. എന്നാൽ ഇദ്ദേഹം എങ്ങനെയാണ് മഹാമനസ്കനായിരുന്നു, മനസ്വദ്യത്തിന് കൃതകൃത്യനായിരുന്നു. അതാണ് രണ്ടുപേരുടെയും തമ്മിലുള്ള വ്യത്യാസം. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇനി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ പഞ്ചദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.